നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിനെ കാണാനില്ലല്ലോ, നോക്കി നിന്നു. മനമേ, ഞാൻ വരുന്നുണ്ട്. പോയി വാ മക്കളെ. ഭാനുമതിയമ്മേ, എന്തായാലും അങ്ങോട്ട് പോവല്ലേ? എന്നാ പിന്നെ ഞങ്ങള് ഗിരിയേട്ടൻ ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുമ്പോ വന്നാ പോരെ? മതി, ഒരു ധൃതിയില്ല. അടിപൊളി. ഇനിയിപ്പൊ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. മിണ്ടാതിരിയടി. നിനക്കൊരു മാറ്റം നല്ലതാ മോളെ. ഗൗരിയുടെ കൂടെ ആകുമ്പോ സമയം പോകുന്ന അറിയില്ല. മുകുന്ദന്റെ വീട് നിനക്കൊന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ്. അല്ലെങ്കിലും ഇവക്ക് പോവാൻ വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ ഭാനുമേ. മഹിമേ, വാ നമുക്കിറങ്ങാം. പോയിട്ട് വരാമേ. വാ. ഗൗരമ്മേ, ആഹാ, മക്കള് വന്നോ? വാ വാ, കേറി വാ മക്കളെ. ഞങ്ങളെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതാ ഗൗരിയമ്മേ. മഹിമേ, എന്താ, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞ? അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം ടെൻഷൻ അടിച്ച് ഒരു പരിവായി. ഇവിടെ വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനാ എന്റെ പ്ലാൻ. അതുകൊണ്ടേ ഞങ്ങളെ കൊണ്ട് ഭാരിച്ച പണിയൊന്നും ചെയ്യിപ്പിക്കരുത്. മഹിമേ, നീ വായി തോന്നിയതുപോലെ ഓരോന്നും സംസാരിക്കല്ലേ. നമ്മളിവിടെ അതിഥികളായിട്ട് വന്നവരാ. നമ്മളല്ല, ചേച്ചി ഇവിടെ അതിഥിയായിട്ട് വന്നതാ. ഞാനിവിടെ എല്ലാ ദിവസവും കയറി നടക്കുന്ന ആളാ. ആ അടുക്കളയിലെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങള് എവിടെയായിരിക്കുന്നെന്ന് എനിക്ക് കാണാൻ പാഠമാ. എന്നെ വേണമെങ്കിലേ ഈ വീടിന്റെ ഒരു പാർട്ട് ടൈം അംഗമായിട്ട് കണക്കാക്കാവുന്നതേ ഉള്ളൂ, അല്ലേ അമ്മേ? ഞാൻ പാർട്ട് ടൈം ആയിട്ടല്ല, ഫുൾ ടൈം അംഗമായിട്ട് നിന്നെ എടുത്തിരിക്കുന്നത്. ഇവള് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന ആളാ അമ്മ. അമ്മ വേറൊന്നും വിചാരിക്കരുത്. മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാ ഞാൻ ഓരോന്നൊക്കെ വിചാരിക്കുന്നത്. ഇത് നിങ്ങളുടെയും കൂടെ വീടാണെന്നുള്ള വിചാരം നിങ്ങൾക്ക് എപ്പോഴും വേണം. ഇവിടെ നിങ്ങളെ വഴക്ക് പറയാനോ തടയാനോ ആരുമില്ല. മഹിമ പറയുന്ന പോലെ റിലാക്സ് ചെയ്യുക മാത്രമല്ല, നമുക്കിവിടെ അടിച്ചു പൊളിച്ചങ്ങ് കഴിയാം. എന്താ? അതാണ് എനിക്ക് വേണ്ടത്.